Hello everyone, welcome back to Silent Learning. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മുടെ 8 CBSE ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ, ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കാൻ പോവാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ. സോ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെല്ലാം തന്നെ, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ മക്കളോട് സാറിന് പറയാനുള്ള ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും കാണണം എന്ന് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ അത് സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ എന്ത് ചെയ്യുക, ഫ്രം ദ സ്റ്റാർട്ടിങ് ടു ടിൽ ദി എൻഡ് നിങ്ങൾ കാണണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ആരും മടിക്കരുത്. ഫ്രണ്ട്സിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേ കേട്ടോ. ഓക്കെ, സോ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ നമുക്കറിയാം അല്ലേ. സൂക്ഷ്മജീവികളാണ് മൈക്രോ ഓർഗാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത, മൈക്രോസ്കോപ്പിന്റെ എയ്ഡ് കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന സൂക്ഷ്മമായ ജീവികളെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. മൈക്രോ ഓർഗാനിസംസ് നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സോ ഇൻ ദാറ്റ് വേ മൈക്രോ ഓർഗാനിസം നമുക്ക് എനിമിയാണ്, നമ്മുടെ ഭക്ഷണം സ്പോയിൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കുറേ നെഗറ്റീവ് ഇമ്പാക്ട്സ് മൈക്രോ ഓർഗാനിസത്തിനുണ്ട്. അതുപോലെ തന്നെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി അല്ലേ, മനുഷ്യർക്ക് നല്ലത് ചെയ്യുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. ആൽക്കഹോൾ പ്രൊഡക്ഷന് സഹായിക്കാറുണ്ട്, പഠിച്ചിട്ടില്ലേ നിങ്ങൾ, എൻവിറോൺമെൻറ്റ് ക്ലീൻ ചെയ്യാൻ സഹായിക്കാറുണ്ട്. സോ അങ്ങനെ ഒരുപാട് യൂസസ് ഉള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. സോ അങ്ങനെ ഫ്രണ്ട്സ് അല്ലേ, നമ്മുടെ മിത്രങ്ങളായ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ചും നമ്മുടെ ശത്രുക്കളായ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു പാഠഭാഗമാണ് ഈ നമ്മുടെ 8 CBSE NCERT ടെക്സ്റ്റ് ബുക്കിലെ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. റെഡിയല്ലേ? നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ആദ്യം തന്നെ മൈക്രോ ഓർഗാനിസം എന്താണെന്ന് പറയുന്നു. മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ചെറുത്, സൂക്ഷ്മമായത് എന്നുള്ളതാണ്. എക്സ്ട്രീംലി സ്മോൾ ആണ്, കണ്ടോ, എക്സ്ട്രീംലി സ്മോൾ ഓർഗാനിസം, വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ, നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അൺഎയ്ഡഡ് ഐ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഈ ഡെസ്ക്, പഠിപ്പിക്കുന്നതിന് വേണ്ടി ടാബ് വെച്ചിരിക്കുന്ന ഈ ഡെസ്ക്, നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ചിരിക്കുന്ന ആ ഡെസ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഇതിലൊക്കെ അനേകായിരം സൂക്ഷ്മജീവികൾ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഓഫ് ദെയർ സൈസ്, ദേ ആർ വെരി വെരി സ്മോൾ, എക്സ്ട്രീംലി സ്മോൾ. വി കനോട്ട് സീ വിത്ത് അവർ നേക്കഡ് ഐ. സോ യൂസിങ് the aid of a microscope, using a microscope we can see these microorganisms. Okay, microorganisms കാണണമെങ്കിൽ we are advised to use microscope. We should use microscope. Okay, ready? Then classification of microorganisms. Microorganisms around us are classified into 4 major groups. It include bacterium. Okay, there are different bacterium based on shape. There are different kind of bacterium. സോ ദി സെക്കൻഡ് കാറ്റഗറി ഈസ് ആൽഗെ. ആൽഗെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പായൽ വിഭാഗക്കാരെയാണ് ആൽഗെ എന്ന് പറയാം. ദെൻ ഫംഗസ് ഉണ്ട്, ഫഞ്ചൈ, പൂപ്പൽ വിഭാഗക്കാരൊക്കെ ഫംഗസിൽ ഉൾപ്പെടുന്നു. ദെൻ പ്രോട്ടോസോവൻസ് ഉണ്ട്. സോ ദീസ് ആർ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ ടോക്കിംഗ് അബൌട്ട് വൈറസസ്. ഓക്കെ, വൈറസസ് ആർ മൈക്രോസ്കോപ്പിക് ഓൺലി, ബട്ട് ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ മൈക്രോ ഓർഗാനിസംസ്. മറ്റു മൈക്രോ ഓർഗാനിസം നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ക്ലാസ്സസ് പഠിച്ചു അല്ലെ, ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്നും തികച്ചു വ്യത്യാസമുണ്ട് വൈറസുകൾക്ക്. വൈറസുകൾ മൈക്രോസ്കോപ്പിക് ആണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നവയല്ല. പക്ഷേ ഇതിൽ മറ്റു മൈക്രോ ഓർഗാനിസത്തിന് വ്യത്യാസമുണ്ട്. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസുകൾക്ക് ഒരു പ്രത്യേകത, വൈറസ് മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ വെച്ചിട്ടാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ലൈഫ് ആക്ടിവിറ്റീസ് അണ്ടർഗോ ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ പോലുള്ള ലൈഫ് ആക്ടിവിറ്റീസ് ഈ വൈറസുകൾ അണ്ടർഗോ ചെയ്യുന്നത് മറ്റൊരു ജീവിയുടെ സെല്ലിൻ്റെ അകത്ത് വെച്ചാണ്. ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ സഹായം കൊണ്ടാണ് വൈറസുകൾ പെരുകുന്നത്. സോ അതാണ് വൈറസിൻ്റെ ഒരു പ്രത്യേകത.
They however reproduce only inside the cells of host organism. ഒരു ഹോസ്റ്റ് ഓർഗാനിസം വൈറസുകൾക്ക് ആവശ്യമാണ്. ഹോസ്റ്റ് ഓർഗാനിസം മേ ബി ബാക്ടീരിയം, പ്ലാന്റ്, ആനിമൽ. പ്ലാന്റ് സെല്ലിലോ ആനിമൽ സെല്ലിലോ എന്തിന് ബാക്ടീരിയത്തിൻ്റെ ബോഡിയിൽ വരെ ഇൻഫെസ്റ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ബാക്ടീരിയത്തിൻ്റെ സെല്ല് വരെ നമ്മുടെ വൈറസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്ടീരിയത്തെ ഡാമേജ് ആക്കുന്ന, ബാക്ടീരിയത്തിൽ വളരുന്ന വൈറസുകളെ നമ്മൾ ബാക്ടീരിയോഫേജുകൾ എന്നാണ് പറയാം. ഈ കാണിച്ചിരിക്കുന്നത് ബാക്ടീരിയോഫേജ് ആണ്, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ദിസ് ഈസ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറസ് വിച്ച് അറ്റാക്ക് ഓൺ ബാക്ടീരിയം. ഈ വൈറസിൻ്റെ വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. വൈറസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അസെല്ലുലാർ. നമ്മുടെ മറ്റു സെല്ലുകൾ പോലുള്ള സെല്ലുകളല്ല, മറ്റു ഓർഗാനിസത്തിൽ കാണുന്നത് പോലുള്ള സെല്ലുകളല്ല. മറിച്ച് വൈറസുകളുടെ പ്രത്യേകത കൃത്യമായ ഒരു സെല്ലല്ല അത്. അതിന് സെൽ ഓർഗനൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകെ ഉള്ളത് പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, പ്രോട്ടീൻ കോട്ട്, പ്ലസ് അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് ക്യാൻ ബി ഐദർ DNA ഓർ RNA. ഒരു പ്രോട്ടീൻ കോട്ട്, അതിനകത്ത് ഐദർ DNA ഓർ RNA. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ സ്ട്രക്ചർ ഓഫ് വൈറസ്. ഒരു പ്രോപ്പർ സെല്ലാണെന്ന് പറയാൻ പറ്റില്ല, സെല്ലുലാർ ആണ്. ഓക്കെ, ക്ലിയർ? Then moving on to the next slide. This slide talks about where these microorganisms live. Microorganism majority കേസിൽ സിംഗിൾ സെൽഡ് ആണ്. മൾട്ടി സെല്ലുലാർ ഉണ്ട് കേട്ടോ. എല്ലാ കേസിലും യൂണിസെല്ലാർ അല്ല. സിംഗിൾ സെൽഡ് യൂണിസെല്ലാറിന് എക്സാമ്പിളാണ് ബാക്ടീരിയകൾ, ചില ആൽഗകൾ. ഇപ്പോൾ നമ്മുടെ ക്ലാമിഡ മോണസ് ഒക്കെ എടുത്താൽ യൂണിസെല്ലുലാർ. ദെൻ പ്രോട്ടോസോവൻസ്, ഇതൊക്കെ എന്താണ് യൂണിസെല്ലുലാർ ആണ്. പിന്നെ മൾട്ടി സെല്ലുലാർ ഉണ്ട്, മെനി ആൽഗ, സ്പൈറോഗൈറ, മറ്റു ആൽഗകൾ, ദെൻ ഫംഗസുകൾ. ഓക്കെ, അതിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്, അത് ഫഞ്ചയാണ് നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്നത്. സോ ദർ ഈസ് എൻ എക്സെപ്ഷൻ. ഫംഗസുകൾ അല്ലെങ്കിൽ ഫഞ്ചയെല്ലാം മൾട്ടി സെല്ലുലാർ ആണ് പറയാൻ പറ്റില്ല. എക്സെപ്ഷൻ ഈസ് ഈസ്റ്റ്. ഈസ്റ്റ് ആണ് എക്സെപ്ഷൻ. ദേ ലിവ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് എൻവിറോൺമെന്റ്. അതാണ് ഇവരുടെ പ്രത്യേകത. ഈ സൂക്ഷ്മജീവികളുടെ പ്രത്യേകത, മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രത്യേകത, ദേ ലിവ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് എൻവിറോൺമെന്റ്. എല്ലാത്തരം സാഹചര്യങ്ങളെയും ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി ഇവർക്കുണ്ട്. റേഞ്ചിങ് ഫ്രം ഐസ് കോൾഡ് ക്ലൈമറ്റ്, വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ഓക്കെ, മറ്റു ജീവജാലങ്ങൾക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത തണുത്ത സാഹചര്യങ്ങളിൽ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഹോട്ട് സ്പ്രിങ്ങിൽ, വളരെ ചൂടുള്ള ഏരിയയിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന വളരെ ചൂടുള്ള ഏരിയകളിൽ ഇവർക്ക് താമസിക്കാൻ പറ്റുന്നു. ആൻഡ് ഫ്രം ഡെസേർട്ട് ടു മാർഷി ലാൻഡ്, മരുഭൂമി മുതൽ ചതുപ്പ് നിലങ്ങളിൽ വരെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ബാക്ടീരിയകൾക്ക് ഇത്രയും എക്സ്ട്രീം കണ്ടീഷൻസിനെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, റെഡി? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് അത്ര നിസ്സാരക്കാരനല്ല എന്ന് ചുരുക്കം, അതിൻ്റെ വാസ്തവത. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് എന്തല്ല, നിസ്സാരക്കാരനല്ല. പിന്നെ എവിടെയൊക്കെ കാണാം, എന്താ പറയുന്നത്? ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻസൈഡ് ദ ബോഡീസ് ഓഫ് ആനിമൽ ഇൻക്ലൂഡിങ് ഹ്യൂമൻ. മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തുക്കൾ, ആനിമൽസിന്റെ ബോഡിക്കകത്ത്, നമ്മുടെ വായക്കകത്ത്, നമ്മുടെ ഗട്ടിനകത്ത്, അല്ലേ, ഇവിടെയൊക്കെ നമ്മുടെ ഇൻഡസ്ട്രീൻ ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ എന്ത് കാണാം? സൂക്ഷ്മജീവികളെ കാണാം. സം മൈക്രോ ഓർഗാനിസം ഗ്രോ ഓൺ അനദർ ഓർ അതർ ഓർഗാനിസം വൈൽ അതർ എക്സിസ്റ്റ് ഫ്രീലി. ചില മൈക്രോ ഓർഗാനിസം ചില ജീവികളുമായി അസോസിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? മറ്റു ജീവികളുടെ മേലെ കിടന്ന് വളരും. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അതല്ലാതെ ചില മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. റെഡി? Then uses of microorganism. Microorganisms are used for various purposes like preparation of curd, bread, cake. Okay, in preparation of curd, then bread, cake, ഇതിനൊക്കെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ യൂസ് ചെയ്യും. നമുക്കത് പഠിക്കാനുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, ആൽക്കഹോൾ പ്രിപ്പറേഷൻ. ആൽക്കഹോൾ, ഒരുപാട് രീതിയിൽ ആൽക്കഹോൾ നമുക്ക് ഉപകാരപ്രദമാവുന്നുണ്ട്. സോ മനുഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടി, മനുഷ്യൻ്റെ ആവശ്യമായ ചില പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി മൈക്രോബ്സ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ ക്ലീനിങ് അപ്പ് ഓഫ് ദി എൻവിറോൺമെൻറ്റ്. നമ്മുടെ എൻവിറോൺമെൻറ്റിൽ
organic material like dead bodies, പ്ലാന്റിന്റെ ആനിമലിന്റെ ഡെഡ് ബോഡി അല്ലെ, എല്ലാ ജീവജാലങ്ങളും after completing their lifetime or lifespan they will die, eventually they will die. Once these organic material fall on the earth surface, they start degrading, okay, they start breaking down and they will mix with the soil അല്ലേ. ഓർഗാനിക് ആയിട്ടുള്ളത് ഇനോർഗാനിക് ആയി എന്താവും, ഇനോർഗാനിക് സോൾട്ടായി മണ്ണിൽ ലയിച്ചു ചേരും. സോ ആ ഒരു ബ്രേക്ക് ഡൗൺ ആക്ഷൻ സഹായിക്കുന്നത് മൈക്രോബ്സ് ആണ്, ബാക്ടീരിയം പോലുള്ള മൈക്രോബ്സ്. അതാണ് പറയുന്നത് ദേ ആർ യൂസ്ഡ് ഇൻ ക്ലീനിങ് അപ്പ് ഓഫ് ദ എൻവിറോൺമെന്റ്. അതുകൊണ്ട് തന്നെ പൈൽസ് ഓഫ് ഡെഡ് ബോഡി അക്കുമുലേറ്റ് ചെയ്യില്ല. ഭൂമിയിൽ എല്ലാ ഡെഡ് ബോഡിയും ഡീക്കേ ചെയ്ത് പോകുമ്പോൾ ഡെഡ് ബോഡി അക്കുമുലേഷൻ ഉണ്ടാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, the organic waste are broken down into harmless and usable substance by the bacterium, and thereby it increase fertility also. Fertility of the soil also gets enriched. Okay, ready? Then the another use of microorganism used for the preparation of medicines like antibiotics. Okay, antibiotics പോലുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ we are using microbes. Then vaccines ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. In agriculture, they are used to increase soil fertility by fixing nitrogen. Certain microorganisms have got the ability to fix atmospheric nitrogen into nitrogen compound in the soil. Specifically, you have learned about rhizobium bacterium, which are associated with the root nodules of the leguminous plant. So, legume plant, പയർ വർഗ്ഗങ്ങൾ ചെടികളുടെ വേരുകളിൽ കാണുന്ന ഇതുപോലുള്ള തടിപ്പുകളെ നൊഡ്യൂളുകൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഈ നൊഡ്യൂളുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. ഇവരുടെ കഴിവ് എന്താണ്? ഇവർ അറ്റ്മോസ്ഫിയർ നൈട്രജനെ മണ്ണിൽ ഫിക്സ് ചെയ്യുന്നു, നൈട്രജൻ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. സോ അതുവഴി പ്ലാന്റിന് നൈട്രജൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഉണ്ടെങ്കിലും അത് നമ്മുടെ പ്ലാന്റ് ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റില്ല. സോ സർട്ടൻ മൈക്രോ ഓർഗാനിസം ഹെൽപ്പ് ഇൻ ഫിക്സിങ് atmospheric nitrogen into the soil and thereby increasing the soil fertility. Soil fertility വർദ്ധിപ്പിക്കാൻ സഹായകരമാവുന്നുണ്ട്. Then ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് മൈക്രോബ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യ നിർമ്മാണത്തിൽ സൂക്ഷ്മജീവികളുടെ പങ്ക്. സോ ബേക്കിംഗ് ഇൻഡസ്ട്രി, ബേക്കറികളിൽ കേക്കുകൾ ഉണ്ടാക്കാനും ബ്രെഡുകൾ ഉണ്ടാക്കാനും ഒക്കെ വി വിൽ യൂസ് മൈക്രോ ഓർഗാനിസം. ദാറ്റ് ഈസ് ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻ ഡെയറി, പാല് അല്ലേ, പാല് പുളിപ്പിച്ച് തൈരാക്കുന്നതിന് വേണ്ടി മിൽക്ക് പ്രൊഡക്ട്സ്, പലതരം മിൽക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വി ടെൻഡ് ടു യൂസ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ ഫോർ ആൽക്കഹോൾ പ്രൊഡക്ഷൻ, ബ്രിവറിയിൽ ആൽക്കഹോൾ അല്ലേ, ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വി ആർ യൂട്ടിലൈസിങ് മൈക്രോ ഓർഗാനിസം. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിപ്പറേഷൻ ഓഫ് കേർഡ്. അപ്പം നമ്മുടെ പാല് പുളിച്ച് തൈരാവുന്നതിന് അല്ലേ, പാലിലെ പ്രോട്ടീൻ ഉണ്ട്, അത് പുളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തൈരായി മാറുന്നു അല്ലേ. പാല് കൊയാഗുലേറ്റ് ചെയ്ത് തൈരായി മാറാൻ സഹായിക്കുന്നത് ആക്ച്വലി ബാക്ടീരിയമാണ്. ബാക്ടീരിയത്തിൻ്റെ പേര് ലാക്ടോബാസിലസ് ആണ്. ലാക്ടോബാസിലസ്. അപ്പോൾ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയമാണ് ഹെൽപ്പിംഗ് ഇൻ ദി കൺവേർഷൻ ഓഫ് മിൽക്ക് ടു കേർഡ്. മിൽക്ക് ടു കേർഡ്, പാലിനെ തൈരാക്കി മാറ്റുന്നു. ഇവിടെ കൺവേർഷൻ ആണത് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഫെർമെൻറ്റേഷൻ. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതും ഫെർമെൻറ്റേഷൻ തന്നെയാണ്. ഇത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്. അതായത് ലാക്റ്റിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യുക, പാലിലെ പ്രോട്ടീനെ ലാക്റ്റിക് ആസിഡ് കൺവേർട്ട് ചെയ്യാണ്, ഷുഗറിനെ. അപ്പോൾ ഇതിനെ നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്നാ പറയാം. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്. ദിസ് ഈസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഇനി അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നോക്കുകയാണ്. നേരത്തെ കേസിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നതാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. സോ ഇവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷുഗറിനെ ആൽക്കഹോളാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. നോക്കിക്കേ, ഫെർമെൻറ്റേഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എനേറോബിക്കലി, അതായത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ കണ്ടീഷനിൽ നടക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് അത് നിങ്ങൾ മനസ്സിലാക്കാം. ആബ്സെൻസ് ഓഫ് ഓക്സിജൻ കണ്ടീഷൻ, ദാറ്റ് ഈസ് എനേറോബിക്കലി എന്ന് പറയാം. എനേറോബിക്കലി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ കണ്ടീഷനിൽ ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു ആൽക്കഹോൾ. ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു ആൽക്കഹോൾ. പഞ്ചസാര എന്തായി മാറുന്നു? ആൽക്കഹോളായി മാറുന്നു. സോ അങ്ങനെ വെറുതെ സംഭവിക്കില്ല. അവിടെ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ഈസ്റ്റ് ആണ് അതിനെ സഹായിക്കുക. ഈസ്റ്റ്, ഇവിടെ ഈസ്റ്റ് ആണ് സഹായിക്കുക. സോ ഈസ്റ്റ് ആക്ട് ഓൺ ദ ഷുഗർ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ആൽക്കഹോൾ. Then another byproduct will be carbon dioxide. So sugar, when treated with this yeast, what happen? It undergo alcoholic fermentation.
anaerobic respiration will occur, and there yeast will convert the sugar into alcohol along with the formation of carbon dioxide. Carbon dioxide also will be formed. It was discovered by Louis Pasteur. Okay, ഇത് കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആൻഡ് ഇൻ ദി ഇയർ 1857. In the year 1857, Louis Pasteur discovered fermentation. Okay, വളരെ സിമ്പിൾ ആണ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ദിസ് ഈസ് കോൾഡ് ആസ് ഫെർമെന്റേഷൻ. സോ ആൽക്കഹോൾ ഈസ് പ്രൊഡ്യൂസ്, ദിസ് ഈസ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. സോ ഹിയർ വി ആർ ഗിവൺ ആൻ ആക്ടിവിറ്റി ഓൾസോ. ഓക്കെ, ഒരു ആക്ടിവിറ്റി തന്നിരിക്കുകയാണ്. എന്താ തന്നിരിക്കുന്നത്? ടേക്ക് ഹാഫ് kg ഫ്ലോർ. നമുക്ക് മാവ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐദർ യു ക്യാൻ ടേക്ക് ആട്ട ഓർ മൈദ, യുവർ വിഷ്. ഹാഫ് kg ഓഫ് ആട്ട ഓർ ഹാഫ് kg ഓഫ് മൈദ. Then you are adding some sugar and you are mixing it thoroughly with warm water. You are adding sugar, you are pouring warm water, and you are preparing the dough. Okay, നമ്മൾ ആ ഒരു മാവ് ഉണ്ടാക്കി എടുക്കുകയാണ്, കുഴച്ച് സോഫ്റ്റ് ഡവ്. അതിന് മുന്നേ ഈസ്റ്റ് പൗഡർ ഓൾസോ ഇസ് ആഡഡ്. ഈസ്റ്റ് ഈസ് ഓൾസോ ആഡഡ്. So sugar is added, warm water is added, yeast is added, and you are mixing it to form a soft batter or soft dough. And you see yeast is added, sugar is also present. So yeast will undergo fermentation, converts the sugar present in the dough into alcohol, plus carbon dioxide also will be formed. So after you are waiting for some period of time, and you will be seeing that the dough is rising. And the volume will be like twice or thrice of initial volume. Initially നമ്മൾ എത്ര എടുത്തിരിക്കുന്നു അതിന്റെ ഒരു twice മുതൽ thrice വരെ volume of the dough is increased. And this increase in volume is caused by the due to the carbon dioxide produced during the fermentation process. അപ്പോൾ ഈ ഫെർമെന്റേഷൻ പ്രോസസ്സിൽ നമ്മുടെ ഈസ്റ്റ് ഈസ് കൺവേർട്ടിംഗ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. The carbon dioxide will get trapped in the dough. ഈ ഡവിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് കേട്ടോ. ഷുഗർ ഈസ് ബ്രോക്കൺ ഡൗൺ ബൈ ദ ഈസ്റ്റ് ടു റിലീസ് കാർബൺ ഡയോക്സൈഡ്. ദ റിലീസ് ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ഡൗ. ആ കാർബൺ ഡയോക്സൈഡിന്റെ റിലീസാണ് ഈ മാവിന്റെ വലിപ്പം കൂട്ടിയത്. ആഫ്റ്റർ ദ ഡൗ ഈസ് ബേക്ക്ഡ്, നൗ ഇറ്റ്സ് ടൈം ടു ബേക്ക് the dough. The dough is baked in the oven. So after then you will see the bread. We obtain the bread, and once we cut the bread, we can see the spongy texture of the bread is seen. And what might be the reason? So I have already mentioned carbon dioxide get produced within the dough, and once it is heated, baking means it's actually heating process, the carbon dioxide get expanded. Due to the heat energy, carbon dioxide get expanded, and the carbon dioxide bubble is responsible for the formation of this spongy texture. Spongy texture of bread is seen. The carbon dioxide bubble have expanded due to the heat in the oven while baking. So that is the reason. Okay. Then microbe in the production of alcohol. So alcohol industry is one of the important industry in India. Okay, one of the important industry in India. So here also, for the commercial production of alcohol and wine, we make use of yeast. Okay, so yeast is allowed to grow on the natural sugar present in grains such as barley, wheat or rice, or we can use crushed fruits. So crushed fruits, barley, wheat, rice consist of some natural sugar, and in this natural sugar yeast is allowed to grow. So yeast undergo alcoholic fermentation. The natural sugar contained in this food item get converted to alcohol. So here you can see crushed fruit juice where yeast is added. So yeast is converting it into wine or other alcohol. Okay, this is called alcoholic fermentation. Okay, alcoholic fermentation. Clear? മൈക്രോബ്സിന് ഈ രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നു. ഷുഗർ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾ. Then antibiotics. See, confusing terms. Antibiotics, antibodies, these are confusing, right? Antibiotic and antibody. Antibiotics means medicine which we take. Okay, the medicine which we take, that is antibiotic. Antibodies are nothing but protein produced within our body.
when some pathogen enter in our body produces some protein, that is antibodies. Okay, our WBC producing some protein, that is antibody. Antibody is produced in our body. Antibiotics are medicine which is prepared outside the body, which we are taking in. So antibiotics are medicine. Medicine or chemical substance that can kill or retard or stop the growth of disease causing microorganisms. So antibiotics is or we can say call it as a medicine or chemical substances which once consumed, that is used to kill or to retard the growth of microorganisms or disease causing microorganism present in our body, especially bacteria. Okay, the discovery of antibiotic was done by the scientist Alexander Fleming in the year 1929. In the year 1929, Alexander Fleming was working on a culture of disease causing bacterium. He was culturing a bacterium in his laboratory. Suddenly he found spores of a little green mold in one of his culture plates. അദ്ദേഹത്തിന്റെ കൾച്ചർ പ്ലേറ്റ് ആ ഡിഷിൽ കുറച്ച് ഭാഗത്ത് പൂപ്പൽ കണ്ടെത്തി. He observed that the presence of the mold, ആ പൂപ്പലിന്റെ സാന്നിധ്യം, prevented the growth of bacteria. So he observed that എവിടെയൊക്കെയാണ് പൂപ്പൽ വളർന്നിട്ടുള്ളത് ആ ഭാഗത്ത് ബാക്ടീരിയ വളരുന്നില്ല. He was culturing a bacteria, he was studying about disease causing bacteria and he was culturing those bacteria. Suddenly he observed the presence of mold, പൂപ്പൽ, fungus, and in that particular area bacterial growth is not happening. In fact, it also killed many of these bacteria. അവിടെയുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ചിട്ടുമുണ്ട്. From this, the mold penicillin was prepared. ആ വളർന്ന മൗൾഡ് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ് ആണ്. അതിൽ നിന്നാണ് പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്, ദ ഫസ്റ്റ് ആന്റിബയോട്ടിക് വാസ് ഡിസ്കവേർഡ്, പെനിസിലിൻ. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഫംഗസിന്റെ പ്രസൻസ് ആക്ച്വലി ബാക്ടീരിയയെ റിട്ടാർഡ് ചെയ്തു, അല്ലെങ്കിൽ ബാക്ടീരിയത്തിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്തു, ബാക്ടീരിയത്തെ നശിപ്പിക്കുന്നുണ്ടെന്ന കണ്ടെത്തലാണ് ആന്റിബയോട്ടിക്സിലേക്ക് നയിച്ചത്, ആന്റി ഡിസ്കവറിയിലേക്ക് നയിച്ചത്. മറ്റു ചില ആന്റിബയോട്ടിക്കുകളുടെ പേര് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ are some of the common example of antibiotics. Antibiotics are even mixed with the feed of livestock and poultry. പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ നമ്മൾ ആന്റിബയോട്ടിക്സ് മിക്സ് ചെയ്യാറുണ്ട്. പോൾട്രി, കോഴികളും അതുപോലെ തന്നെയുള്ള പക്ഷി പരിപാലനത്തിന്റെ ഭാഗമായി കോഴി, താറാവ്, കാട തുടങ്ങിയ പക്ഷികളുടെ തീറ്റയിലും നമുക്ക് ആന്റിബയോട്ടിക്സ് മിക്സ് ചെയ്യാം. In order to check their microbial infection, അവർക്കും രോഗങ്ങൾ വരും. Not only human beings, these animals, birds are also getting disease. To prevent this, their feed is mixed with antibiotic. They are also used to control many plant disease also. Plants also get infection, right? Plants also get bacterial infection. So they are also treated with this antibiotic. Very, very important point. Ineffectiveness of antibiotics against viral disease. If anybody is facing or anybody is having any sort of viral infection or viral disease, antibiotics or consuming antibiotic won't do any good. So antibiotics are ineffective against viral disease. No use of consuming antibiotics if you are having a viral infection. So antibiotics can't do anything regarding or can't do anything against a virus. That's very, very important point. Very, very important next point. ശ്രദ്ധിക്കുക. It's important to remember that antibiotics should be taken only on the advice of qualified doctor. So you are facing some infection, you are having some infection. Simply all, you can't go to medical store and ask them to give some antibiotics. It's not the correct way of doing. If you are having some disease, you have to consult a doctor and he will diagnose what exactly you are having. They will tell you. And they will be prescribing some medicine, antibiotic. Then only you can consume it. Okay, with that prescription, you can go to nearby medical shop and you can collect the medicine. So, always remember, antibiotics should be taken only on the advice of a qualified doctor. Also, you must complete the course prescribed by the doctor. Doctor will be telling you, you need to consume this medicine for 1 week, 2 weeks. So complete tenure, the complete duration, the complete course you need to complete.
2-3 ദിവസം മെഡിസിൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആവും, നമ്മുടെ പനിയൊക്കെ പോവും, ബെറ്റർ ആവും. സോ വിൽ സംടൈംസ് യു മേ സ്റ്റോപ്പ് ചെയ്യാൻ സാഹചര്യമുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത സാഹചര്യം. ഇറ്റ്സ് റോങ്. സോ ഡോക്ടർ പറയുന്ന ഡോസ്, ആ ഡോക്ടർ പറയുന്ന ഡ്യൂറേഷനിൽ കഴിക്കുന്നത് അത്യാവശ്യമാണ്. If you take antibiotic when not needed or in wrong doses, it may make the drug less effective when you might need it in future. See, നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രഗ്, നമ്മൾ എടുത്തിരിക്കുന്ന മരുന്ന്, ആന്റിബയോട്ടിക് റോങ് ഡോസിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഈ ബാക്ടീരിയകൾ നിയർ ഫ്യൂച്ചറിൽ ശരിക്കും ബാക്ടീരിയ വരുമ്പോൾ ആ ബാക്ടീരിയത്തിന് റെസിസ്റ്റിവിറ്റി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഓൾറെഡി നമ്മളിത് കഴിച്ചു, ആദ്യമുള്ള ബാക്ടീരിയ മരിച്ചു, പിന്നീട് വരുന്ന ബാക്ടീരിയകൾക്ക് ആ ഒരു ഡ്രഗിനെ, ആ ഒരു ആന്റിബയോട്ടിക്കിനെ ടോളറേറ്റ് ചെയ്യേണ്ട ആന്റിബയോട്ടിക് റെസിസ്റ്റീവ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. സോ പിന്നീട് നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് ഇൻഎഫക്റ്റീവായി മാറും. ഓൾസോ ആന്റിബയോട്ടിക്സ് ടേക്കൺ അൺനെസസറിലി മേ കിൽ ദി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ ദ ബോഡി. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. സോ നമ്മുടെ ബോഡിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസും ഉണ്ട് അല്ലേ. സോ അൺനെസസറിലി നമ്മൾ ഈ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നാൽ ഹാംഫുൾ ബാക്ടീരിയ അല്ല, മാത്രമല്ല useful bacteria, beneficial bacteria present inside our gut also will die. Antibiotics, however, are not effective against cold and flu as they are caused by virus. Antibiotics നമുക്ക് ജലദോഷം ഉണ്ടാകുമ്പോൾ കഴിച്ചിട്ട് കാര്യമില്ല, no use. കോൾഡോ ഫ്ലൂ ഉണ്ടാകുമ്പോൾ കഴിച്ചിട്ട് കാര്യമില്ല, because these are caused by virus. So they are ineffective against viral disease. Viral diseaseനെതിരെ antibiotics are not used. അടുത്തതാണ് vaccines. What are vaccines? Vaccines are substances used for artificial immunization. So you see, നമ്മുടെ ബോഡിയിൽ we already have a defense mechanism. Once a pathogen enter our body will produce antibodies, and these antibodies, this protein will act against the pathogen or the disease causing organism. Disease cause ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം, അതിനെ പാത്തോജൻ എന്ന് വിളിക്കാം. പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് എന്ന പ്രോട്ടീൻസ് ഉണ്ടാവും, നമ്മുടെ WBC പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആന്റിബോഡീസ് ആ പാത്തോജനെതിരെ ഫൈറ്റ് ചെയ്തോളും. ബട്ട് തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വെൻ എ പാത്തോജൻ എൻ്റർ അവർ ബോഡി ആൻഡ് അവർ ബോഡി ഡിലേസ് ഇറ്റ്സ് ആക്ഷൻ. നമ്മുടെ ബോഡിയിലേക്ക് പാത്തോജൻ കയറി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ ഇനി നമ്മുടെ ബോഡി. പക്ഷേ നമ്മുടെ ബോഡി ഈ പാത്തോജനെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ലേറ്റായി, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം കുറച്ച് സ്ലോ ആയി, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ലേറ്റ് ആവുന്നു എന്ന് വിചാരിക്കാം. In that particular circumstance, what will happen? The pathogen that have entered our body start multiplying. So ഈ പാത്തോജൻ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും, ബിക്കോസ് നമ്മുടെ ബോഡി കുറച്ച് ഡിലേ ആണ്, ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. സോ ഈ പാത്തോജൻ നമ്മുടെ ബോഡിയിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഫെക്ഷൻ വിൽ ബിക്കം സിവിയർ ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു ഡെത്ത് ഓൾസോ. ഇന്റേണൽ ഓർഗൻസ് ഡാമേജ് ആയി ഡെത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കണ്ടീഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി വിൽ പ്രിപ്പയർ അവർ ബോഡി ബിഫോർ. നമ്മുടെ ശരീരത്തെ മുന്നേ തന്നെ റെഡിമെയ്ഡ് ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി വെക്കും. ഓക്കെ, വി ആർ പ്രിപ്പയറിങ് അവർസെൽസ് അല്ലേ ടു ഫൈറ്റ് എ ഡിസീസ് ദാറ്റ് മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ വരാനിരിക്കുന്ന രോഗാണുബാധ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രതിരോധ സജ്ജമാക്കി വെക്കുക. To make our body alert against the pathogen before they enter. നമ്മുടെ ശരീരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു അലേർട്ട്നെസ് ഉണ്ടാക്കുക, ആന്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുക. This technique is called immunization. Okay, artificial immunization എന്നാ പറയാം. And the substances used for artificial immunization are called as vaccines. These are the substances used for artificial immunization. So സംഭവം ഇത്രയേ ഉള്ളൂ. Through vaccines are nothing but they may be like dead pathogens, weakened germs, cellular components of the pathogens, or the chemical substance produced or toxic substance produced by the pathogen which is inactive. അതായത് നമ്മുടെ വാക്സിനിലൂടെ നമ്മൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡെഡ് ആയിട്ടുള്ള ജേംസ് ആയിരിക്കും, വീക്കെൻഡ് ആയിട്ടുള്ള ജേംസ് ആവാം, സെല്ലുലാർ കമ്പോണൻസ് ഓഫ് ദ പാത്തോജൻ ആവാം. അപ്പോൾ ഈ പാത്തോജന്റെ പാർട്ട് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, വി നോ ദാറ്റ് ഇറ്റ്സ് ഓൾറെഡി ഡെഡ്, ഇറ്റ്സ് വീക്കെൻഡ്, ഇത് ഡെഡ് ആണ് വീക്കെൻഡ് ആണ് നമുക്കറിയാം. ബട്ട് അവർ ബോഡി തിങ്സ് ദാറ്റ് ദ സബ്സ്റ്റൻസ് ദാറ്റ് എൻറ്റർ ആസ് വാക്സിൻ ഇൻ ടു അവർ ബോഡി ഇസ് എ റിയൽ പാത്തോജൻ ആണെന്ന് നമ്മുടെ ബോഡി റെക്കഗ്നൈസ് ചെയ്യുകയും
ഇമ്മീഡിയറ്റ്ലി അതിനെതിരെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതിൻ്റെ ആക്ഷനിലായിട്ടാണ് ചില സമയത്ത് വാക്സിൻ എടുക്കുമ്പോൾ യു മേ ഫീൽ ഫീവർ ബിക്കോസ് അവർ ഡിഫെൻസ് ഈസ് വർക്കിംഗ് കറക്റ്റ്ലി. നല്ലതാണ് അല്ലേ, വാക്സിൻ എടുക്കുമ്പോൾ ഫീവർ തോന്നാറുണ്ട് ചില സമയത്ത്. ബിക്കോസ് ഈ വാക്സിൻ കമ്പോണൻറ്റ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമ്മുടെ ബോഡി തിങ്ക് ചെയ്യുന്ന എന്താ, റിയൽ പാത്തജൻ ആണ്, അപ്പോൾ അതിനെതിരെ ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്ത് വെക്കും. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഇഫ് റിയൽ പാത്തോജൻ ഈസ് കമ്മിങ്, ഇപ്പം നമ്മൾ വാക്സിനിലൂടെ ചത്ത രോഗാണുക്കളെ കുത്തിവെച്ചതാണ്, ആൻറ്റിബോഡി ഉണ്ടാക്കി വെച്ചു. റിയൽ പാത്തോജൻ വരുന്ന സമയത്ത് our body won't be showing any delay because already the antibodies are produced and they have got the memory and they will destroy it immediately. ആ വന്ന രോഗാണുക്കൾക്ക് അപ്പം തന്നെ എന്ത് ചെയ്യും, ആക്ഷൻ എടുക്കും. അവിടെ ഡിലേ ഇല്ല. ഓക്കെ, രോഗാണുക്കൾക്ക് സ്പ്രെഡ് ചെയ്യേണ്ട ചാൻസ് ഇല്ല. സോ ഇതാണ് നമ്മുടെ വാക്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, when a disease carrying microbe enter our body, the body produces antibodies to fight the invader. The body also remember how to fight the microbe if it enter again. If it is coming again, no issue. Already our body has got that memory. If dead or weakened microbe are introduced into a healthy body, the body fights and kills the invading bacteria by producing suitable antibodies. So antibodies are protein produced within our body against the pathogen. The antibody remain in the body and we are protected from the disease causing microbe forever. നമ്മുടെ ബോഡിയിൽ തന്നെ ആൻറ്റിബോഡി റിമെയിൻ ചെയ്യും. ഇനി ഭാവിയിൽ യഥാർത്ഥ രോഗാണുക്കൾ വന്നാലും നോ ഇഷ്യൂസ്, അവർ ആൻറ്റിബോഡീസ് ആർ സ്റ്റിൽ ഇൻ അവർ ബോഡി. ദിസ് ഈസ് ഹൗ എ വാക്സിൻ വർക്ക്. ദിസ് ഈസ് ദ വേ ഹൗ ദി വാക്സിൻ വർക്ക്. ഫസ്റ്റ് വാക്സിൻ വാസ് ഡിസ്കവേർഡ് ബൈ എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ആണ് സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിനാണ് കേട്ടോ. സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിനാണ് ആദ്യമായി കണ്ടെത്തിയത്. ഇംഗ്ലീഷ് ഡോക്ടർ എഡ്വേർഡ് ജെന്നർ. ഓക്കെ, അതൊന്നും ആലോചിച്ച് നോക്കാം. അദ്ദേഹത്തെ നമ്മൾ എഡ്വേർഡ് ജെന്നർ ആണ് ഡിസ്കവേർഡ് വാക്സിൻ ഫോർ സ്മോൾ പോക്സ് ഇൻ ദ ഇയർ 1798. ആ വാക്സിനേഷൻ കണ്ടെത്തിയത് വളരെയധികം നമ്മുടെ ഭൂമിയിലെ ആൾക്കാരുടെ മരണങ്ങൾ കുറക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. എഡ്വേർഡ് ജെന്നർ അദ്ദേഹത്തിൻ്റെ തോട്ടക്കാരൻ്റെ മകനിൽ ജെയിംസ് വിപ്പിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം വാക്സിൻ കണ്ടെത്തുകയാണ് ചെയ്തത്. സോ ആ നാട്ടിലുണ്ടായ ഒരു ബിലീഫ്, ഈ സ്മോൾ പോക്സ് പരക്കുന്ന സമയത്ത് തന്നെ അവിടെ കൗപോക്സ്, ഗോവസൂരി രോഗം പിടിപെട്ടിരുന്നു. ഈ പശുക്കളുമായി ബന്ധപ്പെട്ട ക്ഷീര കർഷകർക്ക് വന്നിരുന്ന ഒരു രോഗമായിരുന്നു കൗപോക്സ്. എന്നാൽ സ്മോൾ പോക്സിനെ പോലെ അത്ര ഭീകരമായിരുന്നില്ല. ഏകദേശം ലക്ഷണങ്ങളെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. ദേഹമാസകലം ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്തത് പൊട്ടിപ്പോകുന്ന അവസ്ഥ, ചലം നിറഞ്ഞിരിക്കുന്ന കുരുക്കൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. എന്നാൽ സ്മോൾ പോക്സ് വന്ന ഒരാൾക്ക് മരണം സംഭവിക്കുമായിരുന്നു. എന്നാൽ കൗപോക്സ് വന്ന ഒരാൾ റിക്കവർ ചെയ്യും. ഓക്കെ, കൗപോക്സ് എന്ന് പറയുന്നത് വേറൊരു ഡിസീസാണ്. കൗപോക്സ് വന്ന ഒരാൾ റിക്കവറാവും, പെട്ടെന്ന് തന്നെ രോഗം ഭേദമായി ആരോഗ്യവാനാവും. സോ അവിടെ ഉണ്ടായ ഒരു ബിലീഫാണ് എഡ്വേർഡ് ജെന്നറിനെ ശ്രദ്ധ ആകർഷിച്ചത്. ആ നാട്ടിലെ ബിലീഫ് എന്ന് പറയുന്നത് എ പേഴ്സൺ അഫക്റ്റഡ് വിത്ത് കൗപോക്സ് വിൽ നോട്ട് ഗെറ്റ് സ്മോൾ പോക്സ്. അതായത് ഒരു വ്യക്തിക്ക് കൗപോക്സ് എന്ന രോഗം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്മോൾ പോക്സ് വരുന്നില്ല. അപ്പോൾ സ്മോൾ പോക്സ് വെരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ കൗപോക്സ് വന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ പോക്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം എഡ്വേർഡ് ജെന്നറിനെ വളരെയധികം ചിന്തിപ്പിക്കാൻ ഇടയാക്കി. അദ്ദേഹം 8 വയസ്സുകാരനായ കുട്ടി, തോട്ടക്കാരൻ്റെ 8 വയസ്സുകാരനായ കുട്ടിയായ ജെയിംസ് വിപ്പിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ഇനീഷ്യലി അദ്ദേഹം ഈ ജെയിംസ് വിപ്പിൽ ഒരു മുറിവുണ്ടാക്കിയ ആ മുറിവിൽ കൗപോക്സ് ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പസ് കളക്ട് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡെഫിനറ്റ്ലി ഹി വിൽ ഗെറ്റ് കൗപോക്സ് വന്നു. ബട്ട് കൗപോക്സ് ഈസ് നോട്ട് ദാറ്റ് ഡേഞ്ചറസ്. കൗപോക്സ് റിക്കവർ ചെയ്തു. ഹി ഈസ് നൗ ഓൾ റൈറ്റ്. ആഫ്റ്റർ ദാറ്റ് ബിലീഫ് പ്രകാരമാണെങ്കിൽ കൗപോക്സ് വന്ന ഒരാൾക്ക് സ്മോൾ പോക്സ് വരരുത്. സെക്കൻഡ്ലി വാട്ട് ഹി ഡീഡ്, ഹി അഗെയിൻ ഒരു വൂണ്ടുണ്ടാക്കി കൗപോക്സ് ബാധിച്ച ഒരാളുടെ പഴുപ്പെടുത്ത് പസ്സെടുത്ത് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മിറാക്കുലസ്ലി ഹി ഈസ് നോട്ട് അഫക്റ്റഡ് വിത്ത് സ്മോൾ പോക്സ്. അപ്പോൾ ആദ്യം കൗപോക്സ് വന്നു, പിന്നെ സ്മോൾ പോക്സിൻ്റെ ഇത് പസ്സിട്ടപ്പോഴും എന്ത് സംഭവിച്ചില്ല, ഇദ്ദേഹത്തിന് ഈ കുട്ടിക്ക് സ്മോൾ പോക്സ് വന്നില്ല. അപ്പോൾ ആ ബിലീഫ് കറക്റ്റാണ്, കൗപോക്സ് വന്ന ഒരാളിൽ സ്മോൾ പോക്സ് വരുന്നില്ല. അപ്പോൾ അതിൽ നിന്നാണ് എന്തുകൊണ്ട് ഈ ഒരു വാക്സിനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പം അങ്ങനെ ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയത് ഈ സ്മോൾ പോക്സിനെതിരെയാണ്. ഇൻ ദ ഇയർ 1798 ഡൺ ബൈ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ എഡ്വേർഡ് ജെന്നർ.
He was known as father of immunology. വാക്സിൻ എന്ന വാക്ക് വാക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, വിച്ച് മീൻസ് കൗ. ഓക്കെ, റെഡി. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വെരി ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് എസെൻഷ്യൽ ടു പ്രൊട്ടക്ട് ഓൾ ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ഡിസീസ്. എല്ലാ കുട്ടികളെയും നമ്മൾ മാറാരോഗങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വാക്സിൻസ് ആർ മെയ്ഡ് അവൈലബിൾ നിയർ ബൈ ഹോസ്പിറ്റൽസ്. ഓക്കെ, ആസ് പെർ ദി നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, എവരി ചിൽഡ്രൻ നീഡ് ടു ഗെറ്റ് പ്രോപ്പർ വാക്സിനേഷൻ. ഓക്കെ, എവരി ന്യൂ ബോൺ വൺസ്, ഓരോ കുട്ടിയും ജനിച്ചത് മുതൽ എടുക്കേണ്ട വാക്സിൻസ് കൃത്യമായി എടുക്കണം. These days, vaccines are made on large scale from microorganisms to protect human and other animal from several diseases. Not only for human being but also for animals, we are making so many vaccines which are effective. Very important poster given here, like breast milk vaccination too is the right of a newborn. ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം മുലപ്പാൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, മുലപ്പാൽ കുഞ്ഞിൻ്റെ അവകാശമാണ്, അതുപോലെ തന്നെ വാക്സിൻസ് കൃത്യമായ വയസ്സിൽ കൃത്യമായ ഡോസ് വാക്സിൻ ലഭിക്കേണ്ടത് ഏതൊരു കുട്ടിയുടെയും ജന്മ അവകാശമാണെന്നാണ് പറയുന്നത്. സോ പാരൻസ് ഷുഡ് എൻഷുർ ദാറ്റ് ദെയർ ന്യൂ ബോൺ ഈസ് ഗെറ്റിംഗ് പ്രോപ്പർ വാക്സിൻ അറ്റ് ദി റൈറ്റ് ടൈം. കൃത്യമായി ഒന്ന് നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. Next, how this microorganism increases soil fertility. Soil fertility increase ചെയ്തു പറഞ്ഞു. Some bacteria are able to fix nitrogen from the atmosphere to enrich soil with the nitrogen and increase its fertility. So, atmosphere nitrogen is most abundant. Even though nitrogen is found most abundant in the atmosphere, they can't be directly utilized by the plants for their growth. എല്ലാ ജീവജാലങ്ങൾക്കും നൈട്രജൻ അത്യാവശ്യമാണ്, പ്ലാന്റ്സിനും അത്യാവശ്യമാണ് for their growth and development. But plants cannot utilize the nitrogen present in the atmosphere. In that case, certain bacterium, nitrogen fixing bacterium like cyanobacterium, blue-green algae, what they will do? They are called biological nitrogen fixers. They will get the nitrogen from the atmosphere, convert it into compound, fix in the soil. So they are called as biological nitrogen fixers എന്ന് പറയും. Then another usage of microorganism, cleaning up the environment. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ microorganism decompose dead organic waste of plants and animal, convert into simple substance, mix with the soil, increase the fertility of the soil, clean the environment. See? Then we are talking about harmful microorganism which causes disease. Disease cause ചെയ്യുന്ന harmful microorganism വിളിക്കുന്ന പേരാണ്, they are known as pathogens. So what are pathogens? Disease causing microorganisms are referred to as pathogens. Disease causing microorganisms are referred to as pathogens. അവരെയാണ് നമ്മൾ എന്ത് പറയാ? pathogens എന്ന് നമ്മൾ പറയുന്നു. റെഡി അല്ലേ? സോ ഇവിടെ നോക്കിക്കേ, microorganisms are harmful in many ways. ഒരേ രീതിയിൽ microorganism harmful ആണ്. Some of the microorganism cause disease in human beings, plants, animals. Human beings മാത്രമല്ല, പ്ലാന്റ്സിലും ആനിമൽസിലും ഡിസീസ് ഉണ്ടാക്കുന്നു. Such disease causing microorganisms are called as pathogen. ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോഓർഗാനിസം നമ്മൾ എന്താ വിളിക്കുക? പാത്തോജൻസ്. അവർ ഡിസീസ് കോസ് ചെയ്യുന്നതിന് അപ്പുറം വേറെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? സ്പോയിൽ ഫുഡ്, അല്ലെ, നമ്മുടെ ഭക്ഷണം സ്പോയിലാക്കും, ക്ലോത്ത് സ്പോയിലാക്കും, ലെതർ സ്പോയിലാക്കും, ലെതറിന്റെ ബെൽറ്റോ ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ സ്പോയിലാക്കും, അല്ലെ. അപ്പൊ കണ്ടോ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഭക്ഷണം സ്പോയിലാക്കും, ക്ലോത്ത് സ്പോയിലാക്കും, ലെതറിന്റെ ബാഗ് സ്പോയിലാക്കും. രോഗങ്ങൾ ഉണ്ടാക്കുന്നത് വേറൊരു കാര്യം, അതല്ലാതെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റെഡിയല്ലേ? ഇനി നമുക്ക് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് മനസ്സിലാക്കാം. മനുഷ്യനിലെ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം. പാത്തോജൻ എൻ്റർ അവർ ബോഡി ത്രൂ എയർ വി ബ്രീത്ത്, വാട്ടർ വി ഡ്രിങ്ക്, ഫുഡ് വി ഈറ്റ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പാത്തോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ശ്വസിക്കുന്ന എയറിലൂടെ പുറത്തുള്ള മൈക്രോബ്സ് അല്ലെങ്കിൽ ഈ പാത്തോജൻസ് ബോഡിയിലുള്ളിലേക്ക് വരാം.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യാം, വരാം. പിന്നെന്താണ്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ വരാം. ദേ can also be transmitted by direct contact with an infected person or carried by an animal. ഒന്നുകിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട്, ഒരു രോഗിയുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ നമുക്ക് എന്ത് വരാം, രോഗങ്ങൾ വരാം അല്ലെ. രോഗിയുമായി എപ്പോഴും നമ്മൾ സാമൂഹിക അകലം, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. അതർവൈസ് ഇഫ് യു ആർ ഗോയിങ് ആൻഡ് കോണ്ടാക്ടിങ് ദം യു വിൽ ഗെറ്റ് ഡിസീസ്. ഓർ സം ആനിമൽസ് ക്യാൻ ബ്രിങ് ഡിസീസ് അല്ലെ. ചില വെക്ടേഴ്സ്, ആനിമൽസ്, ഇൻസെക്റ്റ് ഒക്കെ രോഗങ്ങൾ ഇല്ലേ. കൊതുക് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, ഉണ്ട്. മൈക്രോബിയൽ ഡിസീസ് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, ഫുഡ് ഓർ ഫിസിക്കൽ കോണ്ടാക്ട് ആർ കോൾഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ ഇങ്ങനെ പകർച്ചവ്യാധികളെ അല്ലെ, അതായത് ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലേക്ക്, ഓക്കെ, ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലേക്ക് പല മാർഗങ്ങളിലൂടെ, എയറിലൂടെ, വാട്ടറിലൂടെ, ഫുഡിലൂടെ, ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയൊക്കെ തന്നെ രോഗങ്ങൾ എന്ത് ചെയ്യുന്നു, പകർന്നു പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. സോ മൈക്രോബിയൽ ഡിസീസ് ദാറ്റ് ആർ സ്പ്രെഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, ഫുഡ് ഓർ ഫിസിക്കൽ കോണ്ടാക്ട് ആർ കോൾഡ് ആസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, ട്യൂബർക്യുലോസിസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി വേറെ കുറച്ച് ട്രാൻസ്മിഷൻ രീതികളൊന്ന് പരിചയപ്പെടാം. ഡയറക്റ്റ് കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു, എയറിലൂടെ പകരുന്നു അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഡിസീസ് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലേക്ക് വരുന്ന രീതിയാണ് പറയുന്നത്. ഫുഡിലൂടെ, ദെൻ ഇൻസെക്റ്റിലൂടെ, റാബിഡ് ആനിമൽസ്, റാബിസ് പോലുള്ളതൊക്കെ, ഈ പേ വിഷബാധയൊക്കെ ഈ നായ്ക്കൾ പോലുള്ള ജീവികളിലൂടെ എന്ത് ചെയ്യുന്നു, പകർന്നു വരുന്നു. When a person suffering from common cold, ജലദോഷമുള്ള ഒരാൾ തുമ്മുമ്പോൾ, sneezes, fine droplet of moisture carrying thousands of viruses. അപ്പോൾ common cold is caused by virus. When the person affected by the common cold sneezes, thousands of droplets will be spreading into the air, and another person who accidentally inhale these things, the virus may enter the body of healthy person while breathing and cause infection. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളിലേക്ക് ഇതാ കണ്ടോ, നിങ്ങൾ നോക്കിക്കേ, ഇദ്ദേഹം തുമ്മി, ദ വൈറസ് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡായി, മറ്റേ ആൾ ശ്വസിക്കുന്നു, ഇദ്ദേഹം കോമൺ കോൾഡ്, ഇദ്ദേഹത്തിനും കോമൺ കോൾഡ് വരുന്നു. റെഡി അല്ലേ? ക്ലിയർ ക്ലിയർ ക്ലിയർ, സെറ്റ് അല്ലേ? There are some insect and animals which act as carriers of disease causing microorganism. ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ചില അനിമലും ഇൻസെക്റ്റും ഉണ്ട്. ഹൗസ് ഫ്ലൈ ഈസ് വൺ സച്ച് കാരിയർ. നമ്മുടെ ഈച്ചയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ. ഫ്ലൈ സിറ്റ് ഓൺ ഗാർബേജ് ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ. ഈച്ച എന്ത് ചെയ്യുന്നു, ഗാർബേജ് അല്ലെ, വേസ്റ്റിലും ഈ അതുപോലെ തന്നെ ആനിമൽ എക്സ്ക്രീറ്റ അല്ലെ, ആനിമൽസിന്റെ എക്സ്ക്രീറ്റയിലും പോയിട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ കാലുകളിലെല്ലാം ഈ ഗാർബേജും ഈ എക്സ്ക്രീറ്റൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ ഒരുപാട് രോഗാണുക്കളുണ്ട്. പാത്തോജൻ സ്റ്റിക്ക് ടു ദെയർ ബോഡി. അപ്പൊ ഈ ഗാർബേജിൽ നിന്നും ഹ്യൂമൻ ഈ പിന്നെ എക്സ്ക്രീറ്റയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പാത്തോജൻസ് ഇവരുടെ ബോഡിയിൽ പറ്റിപ്പിടിക്കും. വെൻ ദീസ് ഫ്ലൈസ് സിറ്റ് ഓൺ അൺകവേർഡ് ഫുഡ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അൺകവേർഡ് ഫുഡിൽ മാത്രം അല്ലേ, കവർ ചെയ്ത ഫുഡിൽ ഇവർ ഇരിക്കൂലല്ലോ, പുറത്തല്ലേ ഇരിക്കുള്ളൂ. അപ്പൊ അൺകവേർഡ് ഫുഡിൽ വന്നിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ദേ മേ ട്രാൻസ്ഫർ ദ പാത്തോജൻ. ഈ പാത്തോജനെ ആ ഫുഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഹൂഎവർ ഈറ്റ് ദി കണ്ടാമിനേറ്റഡ് ഫുഡ്. അപ്പൊ ഇങ്ങനെ പാത്തോജൻസ് ഫുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കണ്ടാമിനേറ്റഡ് ആയി, മലിനീകരിക്കപ്പെട്ടു. അപ്പൊ ആരാണോ ഈ ഫുഡ് കഴിക്കുന്നത് ആരാണോ ഈസ് ലൈക്ലി ടു ഗെറ്റ് സിക്ക്, അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് അഡ്വൈസിബിൾ ടു ഓൾവേസ് കീപ്പ് ഫുഡ് കവേർഡ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എപ്പോഴും എന്ത് ചെയ്യണം, കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്ന പോലെ നോക്കിക്കേ, ഈച്ച നോക്കിക്കേ, ഗാർബേജിലിരുന്ന് നേരെ കണ്ടോ, നേരെ ഫുഡിലേക്ക് വന്നിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പാത്തോജൻസ് നേരെ ഇങ്ങോട്ട് ഫുഡിലേക്ക് വരും. കണ്ടാമിനേറ്റഡോ അത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരും. അനദർ എക്സാമ്പിൾ ഓഫ് കാരിയർ, മറ്റൊരു കാരിയറിന്റെ എക്സാമ്പിൾ ആണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ നമ്മുടെ മലേറിയ കോസ് ചെയ്യുന്ന, മലമ്പനി അല്ലെ, മലേറിയ കോസ് ചെയ്യുന്ന ഒരു വെക്ടർ ആണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. രോഗകാരി പാത്തോജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവൻ. ദ പ്ലാസ്മോഡിയം, ആ പ്രോട്ടോസോവൻ ഈസ് ദി
pathogen responsible for malaria. The pathogen Plasmodium is brought to our body through this mosquito, female Anopheles mosquito. Female Anopheles mosquito, Anopheles pen കൊതുക്. Then മറ്റൊരു കൊതുകാണ് ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ. ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ ഡെങ്കിപ്പനി ഉണ്ടാക്കുക, ഡെങ്കു വൈറസിനെ കൊണ്ടുപോകുന്ന കാരിയറാണ് അത് ഫീമെയിൽ ഈഡിസ് മോസ്കിറ്റോ. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്പ്രെഡ് നമ്മൾ എന്ത് ചെയ്യണം, തടയണം. ഈ കൊതുകിന്റെ സ്പ്രെഡ് അല്ലെ, വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കാരണം ഈ കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് അതിന്റെ ലാർവെ പിന്നെന്താ അഡൽട്ടായി മാറിയാണ് കൊതുക് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ കൊതുകിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബ്രീഡ് ചെയ്യാൻ അനുവദിക്കരുത്. All mosquito breed in water. Hence, one should not let water collect anywhere in coolers, tires, water pot, etc. By keeping the surrounding clean and dry, we can prevent a mosquito from breeding. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നല്ല രീതിയിൽ വൃത്തിയാക്കിയാൽ, വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരുന്നാൽ ഈ കൊതുകുകളുടെ പെരുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പരിധി വരെ തടയാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി മറ്റു ചില രോഗങ്ങളും അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സും പാത്തോജൻസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ട്യൂബർക്കുലോസിസ്, മീസിൽസ്, ചിക്കൻ പോക്സ്, പോളിയോ. ഇതിൽ TB, ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസാണ്. ഓക്കെ, ബാക്കി മീസിൽസ് ആയാലും ചിക്കൻ പോക്സ് ആയാലും പോളിയോ ആയാലും വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ എയറും പിന്നെ ആദ്യത്തെ 3 എയർ, മൂന്നാമത്തേൽ കോണ്ടാക്ട് കൂടിയുണ്ട്, ചിക്കൻ പോക്സിൽ കോണ്ടാക്ട് കൂടിയുണ്ട്. പിന്നെ പോളിയോ എയറിലൂടെയും വാട്ടറിലൂടെയും. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയറും വാട്ടറും ഒക്കെയാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം എന്താ, പ്രിവെൻറ്റീവ് മെഷർ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾക്ക് ഈ ഡിസീസ് വന്നാൽ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ കീപ് ദ പേഷ്യൻ്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ. ഈ പേഷ്യൻറ്റിനെ നമ്മൾ വേറെ തന്നെ റൂമിൽ കംപ്ലീറ്റ് ഐസൊലേഷനിൽ വെക്കണം. അവരുടെ സാധനങ്ങൾ കീപ് ദ പേഴ്സണൽ ബിലോങ്ങിങ് ഓഫ് ദ പേഷ്യൻ്റ് എവേ ഫ്രം ദോസ് ഓഫ് ദ അതർ. മറ്റുള്ളവരുടെ തുണിയുടെ അടുത്ത് വെക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ പാത്രങ്ങളുടെ ഇടയിൽ അവരുടെ പാത്രം വെക്കാൻ പാടില്ല. അവരുടെ ബിലോങ്ങിങ്സ് കൂടി എന്ത് ചെയ്യണം, വേറെ തന്നെ വെക്കണം. വാക്സിനേഷൻ ടു ബി ഗീവൺ അറ്റ് സ്യൂട്ടബിൾ ഏജ്. കൃത്യമായ പ്രായത്തിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളൊന്നും വരത്തില്ല. വാക്സിനേഷനാണ് ഏറ്റവും വലിയ പ്രിവെൻറ്റീവ് മെഷർ. പിന്നെ മറ്റു 2 ഡിസീസാണ് അടുത്ത് പറയുന്നത്, കോളറ, ടൈഫോയിഡ്. ഇത് രണ്ടും ബാക്ടീരിയം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കോളറയായാലും ടൈഫോയിഡ് ആയാലും ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഒന്ന് ടൈഫോയിഡ് സാൽമണല്ല ടൈഫിയും, കോളറയുടെ വിബ്രിയോ കോളറയോ ആണ്. കണ്ടാമിനേറ്റഡ് വാട്ടർ ഫുഡിലൂടെയാണ് ഡിസീസ് വരിക. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക. കൈകൾ കഴുകുന്നത്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈകൾ കഴുകുക. നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിൽ തന്നെ സാനിറ്ററി ഹാബിറ്റ്സ്, നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകുക അല്ലേ, നന്നായി സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകുക. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കൺസ്യൂം പ്രോപ്പർലി കുക്ക്ഡ് ഫുഡ്, നന്നായി കുക്ക് ചെയ്യപ്പെട്ട ഫുഡ്, നന്നായി ബോയിലായി കുക്കായ ഫുഡ് കഴിക്കുക. ഓക്കെ, പിന്നെ ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ മാത്രം യൂസ് ചെയ്യുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കുടിക്കുന്ന സ്വഭാവമുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ വാക്സിനേഷൻ തന്നെയാണ് ഏറ്റവും പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷർ എന്ന് പറയുന്നത്. ദെൻ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു അസുഖം, ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് മഞ്ഞപ്പിത്തത്തിലേക്ക് നയിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ കരളിൽ വരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇത് വൈറസ് മൂലമാണ്, കണ്ടാമിനേറ്റഡ് വാട്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കണം. പിന്നെ വാക്സിനേഷനും ഉണ്ട്. പിന്നെ മലേറിയ, മലമ്പനിയാണ്. ഇത് കൊതുകാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ. ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് പ്രൊട്ടസോവനാണ്, പ്ലാസ്മോഡിയം എന്ന പ്രൊട്ടസോവനാണ്. സോ മൊസ്കിറ്റോ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക, റിപ്പലൻസ് യൂസ് ചെയ്യുക, മൊസ്കിറ്റോനെ തുരത്തുന്ന ചില ക്രീമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. സ്പ്രേ ഇൻസെക്ടിസൈഡ്സ് ആൻഡ് കൺട്രോൾ ബ്രീഡിംഗ് ഓഫ് മൊസ്കിറ്റോ ബൈ നോട്ട് അലോവിങ് വാട്ടർ ടു കളക്ട് ഇൻ സറൗണ്ടിങ്. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കൊതുകുകളെ നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കും. ഇനി ഞാൻ പറയും, നമുക്ക് മാത്രമല്ല രോഗങ്ങൾ വരുന്നത്, ആനിമൽസിലും രോഗങ്ങൾ വരും. അതിൽ ആന്ത്രാക്സ് ഓർത്ത് നോക്കാം. ആന്ത്രാക്സ് കോസ്ഡ് ബൈ ബാക്ടീരിയം ബാസില്ലസ് ആന്ത്രാസിസ്. ബാസില്ലസ് ആന്ത്രാസിസ് ആണ് ആന്ത്രാക്സ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയത്തെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ഇൻ ദ ഇയർ 1876 ആണ്. ഈ ബാക്ടീരിയം ബാസില്ലസ് ആന്ത്രാസിസിനെ കണ്ടെത്തിയത്. ആന്ത്രാക്സ് രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് പശുക്കളിൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ശ്വാസ തടസ്സം ഉണ്ടാക്കുക. കൺവൾഷൻസ്, മസിൽസിന്റെ ക്രമരഹിതമായ ചലനം, കൺവൾഷൻസ്, പേശി സങ്കോചമൊക്കെ ഉണ്ടാക്കുക. പനി, ഫീവർ ഉണ്ടാക്കുക. അപ്പോൾ കൺവൾഷൻസ്, ഇതുപോലെ കൺവൾഷൻസ് ഉണ്ടാക്കും. പിന്നെ ഫീവർ ഉണ്ടാവും, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഇതൊക്കെയാണ് ആന്ത്രാക്സിന്റെ സിംറ്റംസ്. ഇതൊരു സൂണോസിസ് കൂടിയാണ്.
മനുഷ്യരിലേക്കും പകർന്നു പിടിക്കാൻ സാധ്യത ഏറെയാണ്. മറ്റൊരു ഡിസീസ് FMD ആണ്, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. വൈറസ് കോസ് ചെയ്യുന്നതാണ്. കാറ്റഗറി ഓഫ് വൈറസുകൾ ആഫ്തോ വൈറസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ലെഷൻസ്, ദേഹമാസകലം, വ്രണങ്ങൾ, തടിപ്പുകൾ, തിണർപ്പുകൾ ഉണ്ടാവുന്നു, വളരെ വേദനയുള്ള ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നു, സലൈവേഷൻ എക്സസീവായിട്ട് നടക്കുന്നു. അപ്പം ദേഹമാസകലം മുറിവുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാലിൽ കുളമ്പ് രോഗം ഒക്കെ ഉണ്ടാവുന്നു. അപ്പം ഇത് വരുന്ന രീതി ഡയറക്റ്റ് കോണ്ടാക്ട്, കണ്ടാമിനേറ്റഡ് എയർ ഡ്രോപ്ലെറ്റ്സിലൂടെയൊക്കെ വരുന്നു. ഇനി പ്ലാന്റ്സിൽ വരുന്ന രോഗങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിട്രസ് കാങ്കർ എന്ന് പറയുന്ന രോഗം കോസ് ചെയ്യുന്നത് ബാക്ടീരിയമാണ്. സാന്തമോണാസ് ആക്സോണോപോഡീസ് എന്ന് പറയുന്ന ബാക്ടീരിയം കോസ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ ആണ്. വിൻഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റിൽ നിന്ന് ഹെൽത്തി പ്ലാന്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അല്ലേ. വിൻഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് ഈ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും, തെറിച്ച് കാറ്റിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ചെടിയിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പ്രെഡിങ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ചെടിയിൽ ഇത് ഡിസീസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ലീഫിനെയും ഫ്രൂട്ടിനെയും മുറിച്ചുകൊണ്ട് അതിനെ കരിച്ച് ബേൺ ചെയ്ത് കളയുക. ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. പിന്നെ മറ്റൊരു ഡിസീസാണ് വീറ്റ് റസ്റ്റ് ഡിസീസ്. റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന എപ്പോഴും ഫംഗസ് ആണ്. പക്സീനിയ റസ്റ്റ് ഫംഗസ് ആണ് കോസ് ചെയ്യുക. റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന പക്സിനെയാണ്. അപ്പോൾ ഇത് തന്നെ ഒരുപാട് വെറൈറ്റിയിൽ റസ്റ്റ് ഉണ്ട്. ബ്ലാക്ക് റസ്റ്റ്, ബ്രൗൺ, യെല്ലോ റസ്റ്റ് ഉണ്ട്. അതിൽ യെല്ലോ റസ്റ്റ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ മോഡോ ട്രാൻസ്മിഷൻ സ്പോർ എയറിലൂടെ തന്നെ സംഭവിക്കും. എയർ വരുന്ന സമയത്ത് സ്പോർ, ഈ ഫംഗസിൻ്റെ സ്പോറുകൾ, രേണുക്കൾ സ്പ്രെഡ് ചെയ്ത് കളിക്കും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിൽ നിന്ന് ഹെൽത്തി ആയിട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളതിലേക്ക് ഇൻഫെക്ഷൻ വരുന്നു. അത് ആ ഒരു രീതി തന്നെയാണ്. മറ്റൊരു ഡിസീസാണ് യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ്. മൊസൈക്ക് ഡിസീസ് എന്ന് കേട്ടാൽ തന്നെ വൈറസ് ആണ് കോസ് ചെയ്യുക. യെല്ലോ വെയിൻ ഡിസീസ്, മൊസൈക്ക് ഡിസീസ് ഇൻ ഓക്ര, നമ്മുടെ വെണ്ടയിലെ യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് വൈറസ് ആണ്. അതിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലൈ ആണ്. ഇവിടെ കാണാം വൈറ്റ് ഫ്ലൈ. ഡിസീസ് കോസ്ഡ് ബൈ യെല്ലോ മൊസൈക്ക് virus is a vector-borne disease transmitted through the insect called white fly. The fly transmit disease from infected okra plant to other okra plant. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെണ്ടയുടെ ചെടിയിൽ നിന്ന് ഈ വൈറ്റ് ഫ്ലൈ എന്ത് ചെയ്യും, ഈ വൈറസുകളെ ക്യാരി ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ചെടികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. മൊസൈക്ക് ഡിസീസ് മറ്റു ചെടികൾക്കും ഉണ്ടാവാറുണ്ട്. ടുബാക്കോ മൊസൈക്ക് വൈറസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യെസ്. ഫുഡ് പോയ്സണിങ്ങും ഇനി ഫുഡിൻ്റെ സ്റ്റോറേജുമാണ് നമുക്ക് പറയാനുള്ളത്. ഫുഡ് പോയ്സണിങ് എന്ന് വെച്ചാൽ ഭക്ഷ്യ വിഷബാധയാണ്. അതായത് ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമിങ് ഫുഡ് സ്പോയിൽഡ് ബൈ മൈക്രോ ഓർഗാനിസം നാശമാക്കി സ്പോയിലാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് ഫുഡ് പോയ്സണിങ്. മൈക്രോ ഓർഗാനിസം ദാറ്റ് ഗ്രോ ഓൺ ഫുഡ് റിലീസ് ടോക്സിക് സബ്സ്റ്റൻസ്. അപ്പോൾ മൈക്രോ ഓർഗാനിസം നമ്മുടെ ഭക്ഷണത്തിൽ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം സ്പോയിലായ ഭക്ഷണം നമുക്ക് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിൻസ് ആണ് നമ്മൾ കഴിക്കുക, വിഷമാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. ദീസ് ടോക്സിക് സബ്സ്റ്റൻസ് ക്യാൻ ഹാവ് എഫക്ട്സ് റേഞ്ചിങ് ഫ്രം സ്റ്റൊമക് ഏക്ക് ടു ഡെത്ത്. അപ്പോൾ ഈ വിഷാംശം, ഈ മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്ത ടോക്സിക് സബ്സ്റ്റൻസ്, ആ വിഷാംശം ഒരു വ്യക്തിയിൽ ചിലപ്പോൾ ചെറിയ തോതിലുള്ള വയറുവേദന മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ മരണം സംഭവിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാം. There are two well-known causes of food poisoning, സാൽമോണല്ലയും എസ്റ്ററേഷ്യ കോളയും. ഫുഡ് പോയ്സണിങ്ങിന് പ്രധാനപ്പെട്ട പേരുകേട്ട രണ്ട് ബാക്ടീരിയകളാണ് സാൽമോണല്ലയും പിന്നെ എസ്റ്ററേഷ്യ കോളയും. അപ്പോൾ ഇതിൽ സാൽമോണല്ല കണ്ടാമിനേറ്റഡ്, മലിനമാക്കപ്പെട്ട ചിക്കനിലും മുട്ടയിലുമാണ് കാണുക. എന്നാൽ എസ്റ്ററേഷ്യ കോളൈ സാധാരണ രീതിയിൽ നമ്മുടെ വൻകുടൽ, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് കാണുക. അവിടെ അത് യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നില്ല, മറിച്ച് അത് ഉപകാരമുള്ള ബാക്ടീരിയമാണ്, ഗുഡ് ബാക്ടീരിയമാണെന്ന് വളരെ കൃത്യമായി ഓർത്തു വെക്കുക. പക്ഷേ ഇതേ എസ്റ്ററേഷ്യ കോളൈ നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് മറ്റു ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ കഥ മാറും. ഇത് ഹാംഫുൾ ആണ്, പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ബട്ട് ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു other part of the body, it can cause a lot of problems. Most common reason behind food poisoning due to E. coli is people drinking water, consume vegetable fruit that have untreated sewage water contain ചെയ്യുന്ന സിവേജ് മലിനമാണ് അല്ലെ, ഹ്യൂമൻ എക്സ്ക്രീറ്റയും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതിൽ ആ സിവേജ് വാട്ടർ, അൺട്രീറ്റഡ് ആയിട്ടുള്ള സിവേജ് വാട്ടർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറിയും പഴങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ കഴിക്കുക. പഴങ്ങൾ ഇത് കഴുകി വൃത്തിയാക്കിയാലും ഈ സിവേജിൽ പിന്നെ മനുഷ്യമലത്തിലെ
ഈ എസ്റ്ററേഷ്യ കോളൈ പോലുള്ള ബാക്ടീരിയകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൺസ്യൂം ചെയ്യണം. അപ്പോൾ എസ്റ്ററേഷ്യ കോളൈ നമ്മുടെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പ്രോബ്ലംസ് കോസ് ചെയ്യും. സിംറ്റംസ് നോക്കിക്കോ, സിംറ്റംസ് നോക്കാം. ഇനീഷ്യലി വൺ മേ എക്സ്പീരിയൻസ് അബ്ഡോമിനൽ ക്രാമ്പ് ഹൂസ് ഇൻറ്റൻസിറ്റി ക്യാൻ വേരി. തുടക്കത്തിൽ വയറുവേദനയായിരിക്കും, ചിലപ്പോൾ ചെറിയ വേദനയായിരിക്കും, ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ വയറുവേദന. ഇൻറ്റൻസിറ്റി ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ആൻഡ് ദ ഫുഡ് കൺസ്യൂംഡ്. വൺ മേ ഓൾസോ എക്സ്പീരിയൻസ് നോസിയ ആൻഡ് എപ്പിസോഡ്സ് ഓഫ് വോമിറ്റിംഗ്. ഓക്കാനം വരും, ചില ആളുകൾക്ക് ഓക്കാനം വരും, ചില ആൾ ഛർദ്ദിക്ക് തന്നെ ചെയ്യും. അപ്പോൾ ഇത് ഛർദി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഛർദി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. Along with that, they may also get a fever. അവർക്ക് പനി വരാനുള്ള സാഹചര്യമുണ്ട്. Another common symptom is diarrhea or loose motion. Loose motion ഉണ്ടാവും, വാട്ടറി സ്റ്റൂള് അല്ലേ. This may persist for a few days and if left untreated can be life threatening. ഇത് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇത് നീണ്ടു നിന്നേക്കാം. ഇത് നമ്മൾ ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ജീവന് തന്നെ ഭീഷണിയാണ്, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നോർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് പ്രിസർവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. മൈക്രോബ്സിൽ നിന്ന് നമ്മുടെ ഭക്ഷണത്തെ പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം. അതിലാദ്യം ചെയ്യേണ്ടത് കെമിക്കൽ മെത്തേഡ്. അത് സോഡിയം ബെൻസോയേറ്റ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ് നമുക്ക് ഉപയോഗിക്കാം. കോമൺ പ്രിസർവേറ്റീവ്സ് ആണ്. ജാം, സ്ക്വാഷസും ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റും. ഇനി കോമൺ സാൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രിസർവ് ചെയ്യാറുണ്ട്. നമ്മൾ മീറ്റ്, ഫിഷസ്, പിന്നെ കുറേ ഉപ്പിലിട്ട് വെക്കാറുണ്ട് അല്ലേ. നെല്ലിക്ക, ഇതൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. എന്താ സംഭവിക്കുക, ഈ ഫുഡ് ഐറ്റത്തിൻ്റെ അകത്തുള്ള വാട്ടർ ഇതിലേക്ക് വരും, ഈ ഉപ്പിലേക്ക് വരും. ഈ ഫുഡ് ഐറ്റത്തിനകത്തുള്ള വാട്ടർ പുറത്തേക്ക് വരുമ്പോൾ ഈ മൈക്രോബ്സ് വളരെ വാട്ടറില്ല. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോയിലാവില്ല, ഫുഡ് സ്പോയിലാവില്ല. കോമൺ സാൾട്ട് ഹാസ് ബീൻ യൂസ്ഡ് ടു പ്രിസർവ് മീറ്റ്, ഫിഷ് ഫോർ ഏജസ്. മീറ്റ് ആൻഡ് ഫിഷ് ആർ കവേർഡ് വിത്ത് ഡ്രൈ സോൾട്ട് ടു ചെക്ക് ദി ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. സാൾട്ടിങ് ഓൾസോ യൂസ് ടു പ്രിസർവ് അംല, റോ മാംഗോ, ടമറിൻറ്റ്. നെല്ലിക്ക, മാങ്ങ, പുളി എന്നിവ പ്രിസർവ് ആക്കി വെക്കാനും നമ്മൾ ഉപയോഗിക്കുന്നു. സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉപ്പിലിട്ട മാങ്ങ. ഓക്കെ, ദിസ് ഫിഗർ ഷോസ് മാംഗോ, റോ മാംഗോ പുട്ട് ഇൻ ദി സോൾട്ട് സൊല്യൂഷൻ. സംഭവിക്കുക, സോൾട്ട് സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈ മാങ്ങയിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഓക്കെ, വാട്ടർ പുറത്തേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായി മോയ്സ്ചർ ഇല്ലാത്തൊരവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് സ്പോയിൽ ആവാനുള്ള ചാൻസ് കുറവാണ്. ഈ മോയ്സ്ചറിലാണ് ഫംഗസ് പോലുള്ള മൈക്രോബ്സ് വളരുക. മോയ്സ്ചർ ഇല്ലാതായി കഴിഞ്ഞാൽ മൈക്രോബ്സ് വളരൂല. അത് തന്നെയാണ് ഷുഗർ പ്രിസർവേഷനിൽ സംഭവിക്കുക. ജാം, ജെല്ലി, സ്ക്വാഷസ് ആർ പ്രിസർവ്ഡ് ബൈ ഷുഗർ. ഷുഗർ റെഡ്യൂസസ് ദ മോയ്സ്ചർ. കണ്ടോ, ഈ പിന്നെ നമ്മൾ ചെറി ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, വാട്ടർ പുറത്തേക്ക് പോകും. കാണാലോ, മോയ്സ്ചർ കാണാലോ. ഓക്കെ, പ്രിസർവ് ചെയ്യും. കണ്ട, കണ്ടന്റ് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ആൻഡ് സ്പോയിൽ ദ ഫുഡ്. കണ്ട, അപ്പോൾ അതാണ് അത് സംഭവിക്കുന്നത്. യൂസ് ഓഫ് ഓയിൽ ആൻഡ് വിനെഗർ ആണ്. ഓയിൽ, വിനെഗർ ഒരു കോട്ടിങ് പോലെ ആക്ട് ചെയ്യും കേട്ടോ. നോക്കിയോ, ഓയിൽ ആൻഡ് വിനെഗർ പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് പിക്കിൾ ബിക്കോസ് ബാക്ടീരിയ കനോട്ട് ലീവ് ഇൻ ദ സച്ച് എൻവയോൺമെന്റ്. ആ ഒരു സാഹചര്യത്തിൽ വിനെഗറിന്റെ പ്രസൻസിൽ, ഓയിലിന്റെ പ്രസൻസിൽ നമ്മൾ ഉപ്പിലൊക്കെ നമ്മളെ അച്ചാറിട്ട് വെക്കാറില്ലേ, ഓയിലും വിനെഗറും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അവിടെ മൈക്രോബിന്റെ വളർച്ച ഉണ്ടാവുന്നില്ല. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് ആർ ഓഫൺ പ്രിസർവ്ഡ് ബൈ ദിസ് മെത്തേഡ്. ദെൻ ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെന്റ്. ചൂടാക്കുമ്പോൾ അവിടെ ബാക്ടീരിയകൾ നിലനിൽക്കുന്നില്ല, തണുപ്പിക്കുമ്പോൾ റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ നിലനിൽക്കുന്നില്ല. ആ സംഭവം തന്നെയാണ്. യു മസ്റ്റ് ഹാവ് ഒബ്സർവ് യുവർ മദർ ബോയിലിംഗ് മിൽക്ക് ബിഫോർ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് യൂസ്. പാല് തിളപ്പിച്ച് വെക്കാറുണ്ട്. ബോയിലിംഗ് കിൽ മൈക്രോ ഓർഗാനിസം. ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസം ചത്തുപോകും. സിമിലർലി വി കീപ്പ് അവർ ഫുഡ് ഇൻ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റർ. ലോ ടെമ്പറേച്ചർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. റെഫ്രിജറേറ്റർ വെക്കുന്ന സമയത്ത് ലോ ടെമ്പറേച്ചർ ആണ്, ഭക്ഷണം സ്പോയിൽ ആകുന്നില്ല, അവിടെ മൈക്രോബ്സിന് വളരാൻ സാധിക്കുന്നില്ല. ഇനി പാസ്ചറൈസേഷൻ, പാസ്ചറൈസ്ഡ് മിൽക്ക്. പാസ്ചറൈസ്ഡ് മിൽക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി അപ്പം തന്നെ ഉപയോഗിക്കാം. നമുക്ക് വീണ്ടും തിളപ്പിക്കണമെന്നില്ല. കാരണം അതിൽ രോഗാണുക്കളൊന്നും ഉണ്ടാവത്തില്ല. അത് തന്നെയാണ് കാരണം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കോളൂ, കൺസ്യൂംഡ് വിത്തൗട്ട് ബോയിലിംഗ് ആസ് ഇറ്റ് ഫ്രീ ഫ്രം ഹാർംഫുൾ മൈക്രോബ്സ് ഒന്നും ഉണ്ടാവത്തില്ല. സോ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു 70 degrees Celsius ഫോർ 15 to 30 seconds ഓൺലി. ഒരു 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാപ്പിഡ് ഓർ സഡൻ തണുപ്പിക്കുക, സഡൻ ചില്ലിങ്. എന്നിട്ട് പെട്ടെന്ന് തണുപ്പിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് കുറക്കുന്ന സമയത്ത്
മൈക്രോബിൻ്റെ വളർച്ച തടസ്സപ്പെടുന്നു, മൈക്രോബ്സുകൾ നശിച്ചു പോകുന്നു. അപ്പോൾ അതിൽ മൈക്രോബ്സ് ഒന്നും ഉണ്ടാവില്ല. അതിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുക. അത് കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആണ്. പാസ്ചറൈസേഷൻ. ഇപ്പോൾ പാസ്ചറൈസ്ഡ് മിൽക്ക് നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാം, ബോയിൽ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം, കുടിക്കാം. സ്റ്റോറേജ് ആൻഡ് പാക്കിംഗ്. ദീസ് ഡേയ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഈവൻ വെജിറ്റബിൾസ് ആർ സോൾഡ് ഇൻ സീൽഡ് എയർ ടൈറ്റ് പാക്കറ്റ്. എയർ ടൈറ്റ് പാക്കറ്റിൽ നമ്മൾ സീൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും വളരെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്യുന്ന വഴി അവിടെ മൈക്രോബിൻ്റെ അറ്റാക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എയറിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാത്തതുകൊണ്ട്, വളരെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കവിടെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോബിൻ്റെ പ്രസൻസ് കുറവായിരിക്കും. പിന്നെ ലാസ്റ്റ് ഏരിയ ആണ് നൈട്രോജൻ ഫിക്സേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രോജൻ ഫിക്സേഷൻ. അവിടെ റൈസോബിയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണെന്ന് പറയുന്നു. ലിഗ്യൂമിനസ് പ്ലാന്റിൻ്റെ റൂട്ട് നൊഡ്യൂൾസിൽ ഫിക്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ പ്ലാന്റിന് നൈട്രജൻ കോമ്പൗണ്ട് സോയിൽ അവൈലബിൾ ആക്കുന്നു. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിച്ചതാണ്. ഇനി നൈട്രജൻ സൈക്കിളിലേക്കൊന്ന് നോക്കാം. ഇത് കഴിഞ്ഞു. നോക്കിക്കേ, അവർ അറ്റ്മോസ്ഫിയർ ഹാസ് 78% ഓഫ് നൈട്രജൻ. ശരി, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ 78% ആണ്. പക്ഷേ നമുക്ക് ഈ നൈട്രജനെ നമ്മുടെ പ്ലാന്റ്സിനൊന്നും നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. നൈട്രജൻ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം ആസ് പാർട്ട് ഓഫ് പ്രോട്ടീൻ, ക്ലോറോഫിൽ, ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻ. നമ്മുടെ ക്ലോറോഫിൽ, ചെടികളിലെ ക്ലോറോഫിൽ ആയിക്കോട്ടെ, എല്ലാത്തരം പ്രോട്ടീൻ ആയിക്കോട്ടെ, പിന്നെ ന്യൂക്ലിക് ആസിഡ്, DNA RNA എന്തോ ആയിക്കോട്ടെ, വിറ്റാമിൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ നൈട്രജൻ കമ്പോണന്റ് ഉണ്ട്. The atmospheric nitrogen cannot be taken directly by plants and animals. പ്ലാന്റിനോ ആനിമലിനോ ഡയറക്ട്ലി അറ്റ്മോസ്ഫറിക് നൈട്രജനെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിലെ നൈട്രജൻ ഉണ്ടെങ്കിൽ പോലും ആ നൈട്രജനെ നമുക്ക് ലങ്സിൽ വെച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ് സ്റ്റൊമാറ്റോ വഴി കയറുന്ന അറ്റ്മോസ്ഫറിക് ഗ്യാസിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ പോലും അത് പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ certain bacteria and blue green algae present in the soil fix nitrogen from the atmosphere, convert it into compound of nitrogen. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ചില ബ്ലൂ ഗ്രീൻ ആൽഗയും ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫറിക് നൈട്രജനെ നേരെ നൈട്രജൻ കോമ്പൗണ്ട് ആക്കി സോയിലിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, റെഡി? വൺസ് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂസബിൾ കോമ്പൗണ്ട്, ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ് ത്രൂ ദ സോയിൽ ത്രൂ റൂട്ട് സിസ്റ്റം. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ മണ്ണിലായി കഴിഞ്ഞാൽ പിന്നീട് അത് പ്ലാന്റ് എന്ത് ചെയ്യും? പ്ലാന്റ് യൂസ് ചെയ്തു. അപ്ടേക്ക് ബൈ പ്ലാന്റ് യൂസ് ചെയ്തു. പ്ലാന്റ് ഭക്ഷണമാക്കുന്നത് ആനിമൽസ് ആണ്. പ്ലാന്റിനെ ആനിമൽ ഡിപ്പെൻഡ് ചെയ്യും ഭക്ഷണത്തിനുണ്ട്. അപ്പോൾ പ്ലാന്റിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകും, ആനിമൽസിലേക്ക് പോകും. അതാണ് അടുത്ത് പറയുന്നത്. നൈട്രജൻ ഈസ് ദെൻ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്ലാന്റ് പ്രോട്ടീൻ ആൻഡ് അതർ കോമ്പൗണ്ട്. ആനിമൽ ഫീഡിങ് ഓൺ പ്ലാന്റ്സ് ഗെറ്റ് ദീസ് പ്രോട്ടീൻ ആൻഡ് അതർ നൈട്രജൻ കോമ്പൗണ്ട്. പ്ലാന്റിൽ നിന്ന് ആനിമലിലേക്ക് കിട്ടും. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഡൈ, പ്ലാന്റും ആനിമലും മരിക്കുന്ന സമയത്ത് ബാക്ടീരിയ ആൻഡ് ഫംജൈ പ്രസന്റ് ഇൻ ദ സോയിൽ കൺവേർട്ട് നൈട്രോജിനസ് വേസ്റ്റ് ഇൻ ടു നൈട്രോജിനസ് കോമ്പൗണ്ട് ടു ബി യൂസ്ഡ് ബൈ പ്ലാന്റ് അഗെയിൻ. അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ മരിക്കുന്ന സമയത്ത് തിരിച്ച് നൈട്രജൻ കോമ്പൗണ്ടായി മാറി അത് വീണ്ടും എന്ത് ചെയ്യാണ്? പ്ലാന്റ് യൂസ് ചെയ്യും. പക്ഷേ കുറച്ച് സർട്ടൻ അതർ ബാക്ടീരിയ, വേറെ കുറച്ച് ബാക്ടീരിയകൾ എന്ത് ചെയ്യും? ഇതിലെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ടിനെ നൈട്രജൻ ഗ്യാസ് ആക്കി മാറ്റും. ഈ നൈട്രജനസ് വേസ്റ്റിലെ കുറച്ച് ബാക്ടീരിയ എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും നൈട്രജൻ ഗ്യാസ് ആക്കിയിട്ട് മാറ്റും. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയും. തിരിച്ച് നൈട്രജൻ ഗ്യാസ് ആക്കി മാറ്റും. അപ്പോൾ തിരിച്ച് നൈട്രജൻ ഇവിടുന്ന് തുടങ്ങി വീണ്ടും എന്ത് ചെയ്യും? നൈട്രജനിലേക്ക് തന്നെ, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകും. അപ്പോൾ ഒരു സൈക്കിൾ പോലെ തന്നെ ഇവിടെ ഫോം ചെയ്യുന്നു. certain other bacteria convert some part of the nitrogen gas which goes back to the atmosphere. As a result, percentage of nitrogen in the atmosphere remain more or less constant. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ പെർസെൻറ്റേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. 78% ആണ്. ഇതെല്ലാവരും യൂസ് ചെയ്ത് 70% കുറഞ്ഞു വരുമല്ലോ. പക്ഷേ ഇവിടെ ചില ഡീനൈട്രിഫൈങ് ബാക്ടീരിയ തിരിച്ച് നൈട്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ് ഉള്ളത് കൊണ്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ്റെ അളവ് ഏകദേശം കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. 1 മണിക്കൂർ എടുത്ത് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.